വിവിധതരം പുഷ്പാഞ്ജലിയും അതിന്റെ ഗുണങ്ങളും. രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ ലഭ്യമാകുന്ന ഗുണം: ശത്രുദോഷശമനം, അഭീഷ്ടസിദ്ധി. പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭ്യമാകുന്ന ഗുണം: ആയുരാരോഗ്യവർദ്ധനം. ദേഹപുഷ്പാഞ്ജലി നടത്തിയാൽ ലഭ്യമാകുന്ന ഗുണം: ശാരീരിക ക്ലേശ നിവാരണം. സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭ്യമാകുന്ന ഗുണം: മംഗല്യസിദ്ധി. ശത്രുദോഷ പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭ്യമാകുന്ന ഗുണം: ശത്രുദോഷങ്ങൾ ഏൽക്കില്ല. സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണം: ഐശ്വര്യം. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണം: ഭാഗ്യലബ്ധി, സമ്പൽ സമൃദ്ധി. ഐകമത്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണം: കലഹനിവൃത്തി, മത്സരമൊഴിവാക്കൽ. പുരുഷസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണം: മോക്ഷം, ഇഷ്ടസന്താനലാഭം. ആയുർസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണം: ദീർഘായുസ്. ശ്രീസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണം: ശ്രീത്വം വർദ്ധിക്കുന്നതിന്, സമ്പൽ സമൃദ്ധി. ദുരിതനാശം, സർവാഭീഷ്ടസിദ്ധി. ശ്രീരുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണം: ദുരിതനാശം, സർവാഭീഷ്ടസിദ്ധി. പഥികൃത സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണം: നല്ല ബുദ്ധി തോന്നുന്നതിനും നേർവഴിക്ക് നടത്തുന്നതിനും. സാരസ്വത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണം: വിദ്യാലാഭം, മൂകതാ നിവാരണം. ദുരിതഹാരമന്ത്ര പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭിക്കുന്ന ഗുണം: മുൻജന്മ പാപപരിഹാരം. ത്രയംബക പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭിക്കുന്ന ഗുണം: അഭീഷ്ടസിദ്ധി, യശസ്. സ്വസ്തി സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭിക്കുന്ന ഗുണം: മംഗലലബ്ധി. പാശുപത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം: നാൽക്കാലികളുടെ രോഗശമനത്തിന്. ആരോഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം: ശാരീരിക ബലം വർദ്ധിക്കുന്നു. ബിൽവപത്ര പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം: ശിവസായുജ്യം. ക്ഷേത്രപരമായ കൂടുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതാനും മറക്കല്ലേ.